Yes, students, let me just continue the second part with ATP hydrolysis. I had a small interruption in between because കുറച്ച് തുമ്മലും കാര്യങ്ങളൊക്കെ വന്നു, അത് കാരണം അത് നിർത്തിപ്പോയി. Sorry. So let's just continue. It is a continuation of the previous slide. Okay. So I'm starting with that phosphoryl group and ATP transfer. So yeah. So basically, what I would like to say here is ATP നമ്മൾ എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ ATP is the chemical link between catabolism and anabolism. We know that ATP is the energy currency of the living cell. The conversion is hexagonic, okay, of ATP to ADP and inorganic phosphate or AMP. അതിനകത്തേക്കാണെങ്കിലും അപ്പൊ അവിടെ രണ്ട് ഫോസ്ഫേറ്റ് പോകും. അപ്പൊ this is what is coupled to many endergonic reactions and processes. Okay, ആ ഡെൽറ്റ ജിയുടെ കാര്യം കണ്ടോ അതിനകത്ത്, അതായത് ഈ ഡയറക്റ്റ് ഹൈഡ്രോളിസിസ് ഓഫ് ATP that you see here, the entire structure കൊടുത്തിട്ടില്ല. Actually you should know that structure also. Adenine, ribose sugar and 3-phosphate. Hydrolysis with the help of water molecule you are splitting. Okay, so direct ATP hydrolysis അതാണ് സോഴ്സ് ഓഫ് എനർജി. ഇപ്പൊ മസിൽ കോൺട്രാക്ഷൻ ആയിക്കോട്ടെ, മറ്റെന്ത് കൺഫർമേഷണൽ ചേഞ്ച് ആയിക്കോട്ടെ. സോ ഇറ്റ് ഇസ് ഡയറക്റ്റ് ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് എ ഫോസ്ഫോറൈൽ ഗ്രൂപ്പ്. ആ ഫോസ്ഫോറൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷൻ എന്ന് പറയുന്ന അതാണ്. അപ്പൊ ATP ഹൈഡ്രോളിസിസില് ഫോസ്ഫോറൈൽ ഗ്രൂപ്പോ പൈറോഫോസ്ഫോറൈൽ, അതായത് രണ്ട് ഗ്രൂപ്പോ ഒക്കെ ATPയിൽ നിന്നും ഒരു സബ്സ്ട്രേറ്റിലേക്കോ ഒരു എൻസൈം മോളിക്യൂളിലേക്കോ ഒക്കെ കൊടുക്കുമ്പോഴാണ് ATP ബ്രേക്ക് ഡൗൺ, ഈ എൻഡർഗോണിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്സ് നടക്കുന്നത്. ഓക്കെ, സോ ത്രൂ ദീസ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷൻസ് ATP will provide the energy for anabolic reactions. Okay, anabolic എന്ന് പറഞ്ഞാൽ ബയോസിന്തസിസ് ഓഫ് മോളിക്യൂൾസ് ലൈക്ക് ഇപ്പൊ DNA, RNA അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയോൺസിനെ മെംബ്രെയിനിന്റെ അക്രോസ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ടുപോകാൻ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ചേഞ്ചസ് വരുത്താനൊക്കെ ഈ ATP ഗ്രൂപ്പ് ട്രാൻസ്ഫറുകളാണ് ഇതിനകത്ത് നടക്കുന്നത്. Okay, അപ്പോൾ ATP will donate this particular thing. That is, it is a crucial role in metabolism. Okay, so ATP is a stable molecule. Okay, the cell is able to regulate energy that is carried by ATP by regulating the enzymes. Okay, this is what we learn in metabolic pathways. Okay, so this is the energy that ATP മാത്രം വേണമെന്നില്ല. സം എക്സാമ്പിൾ ഇപ്പൊ GTP ആയാലും മതി. ഇപ്പൊ നമ്മൾ TCA സൈക്കിളിലെ സ്റ്റെപ്പിനകത്ത് കണ്ടു. ഓക്കെ, സോ ഒരു സിംഗിൾ റിയാക്ഷൻ തന്നെ ആയിക്കൊള്ളുന്നില്ല. ഇതിപ്പോ ഫോസ്ഫോറൈലോ പൈറോഫോസ്ഫോറൈൽ ഗ്രൂപ്പ് ഫ്രം AMP ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. അപ്പൊ ഇതിനകത്തെല്ലാം ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ഇനോർഗാനിക് ഫോസ്ഫേറ്റോ പൈറോഫോസ്ഫേറ്റോ ഒക്കെ പോകുമ്പോ എന്താ സംഭവിക്കുന്നത്? And the energy to cycle the various aspects in the cell, ഇപ്പൊ മസിൽ കോൺട്രാക്ഷൻ ആയിക്കോട്ടെ, മൂവ്മെന്റ് ഓഫ് എൻസൈംസ് ആയിക്കോട്ടെ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ദ ഫോസ്ഫേറ്റ് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ലിവിംഗ് ഓർഗാനിസംസ് ആർ ഡിപെൻഡന്റ്. അവരുടെ ഗ്രൂപ്പ് ആ ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോ ഇത് കിട്ടുന്ന ഫ്രീ എനർജി, lowering free energy content. ഇപ്പൊ ഇതിൽ തന്നെ കണ്ടില്ലേ, ഡെൽറ്റ G naught is -30.5. So that is what contributes to free energy hydrolysis. Okay, this is what you see. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ഇതല്ല, പൈറോഫോസ്ഫൈൽ ഗ്രൂപ്പ് ആവാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, the reactions of ATP are what you see here. എന്ന് പറഞ്ഞാൽ ATPയിലെ ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലിബറേറ്റ് ചെയ്യുന്നതിന്റെയും അടിസ്ഥാനത്തിൽ ആണ് എനർജി കിട്ടി ആ എനർജി ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദീസ് റിയാക്ഷൻസ് ആർ thermodynamically favorable, and when the energy of ATP is used to drive an unfavorable metabolic reaction, that delta G will be used for the activation of these molecules. So
So you're using water as a substrate, ATP plus H2O, and as a result of that hydrolysis, various groups are transferred. Okay, അപ്പോൾ ചില സമയത്ത് ADP ആയിരിക്കും, ചില സമയത്ത് AMP ആയിരിക്കും, ഇതെല്ലാമാണ് ATP നിർത്തുന്നത്. So this is how it does. ഇപ്പൊ നമുക്ക് അറിയാവുന്ന വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ മസിൽ കോൺട്രാക്ഷനകത്ത് ATPയുടെ റോൾ ഉണ്ട്. Okay, ATP can supply the energy for transporting an ion. Okay, many transport processes in the brain, kidney, Na plus K plus ATPase, അതുപോലെ ഒരുപാട് പ്രോസസ്സുകളിൽ conversion of ATP to ADP and inorganic phosphate takes place. Okay, skeletal muscle cells, actinum, myosinum and പ്രവർത്തനത്തിൽ. Okay, so the binding and the subsequent hydrolysis of ATP will provide the energy for the cyclic changes in the conformation of proteins. പല പ്രോട്ടീൻ ആവും. ഇപ്പൊ മസിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ മയോസിൻ ആവാം, ആക്ടിൻ ആവാം. Okay, so these that we should find that the production of this mechanical energy at the expense of ATP is an important source of chemical energy in coupled processes. Okay, so this is one aspect of this thing that we should be considering. And let me move on to the next slide. Yeah, this is another process in which the RNA synthesis, അതായത് നമ്മുടെ ATP ഉപയോഗിച്ച്, you can see it here. Okay, that each nucleotide monophosphate is added to the growing chain, then one pyrophosphate molecule is released and the RNA synthesis is taking place. Single-stranded structure of RNA is synthesized. This is just another example of many examples that you can see. Okay, so the hydrolysis of phosphoanhydride bonds result in the energy for forming the bond of the DNA or RNA polymer and for assembling a specific sequence of nucleotides. So it's very important. Okay, ഇനി അതേപോലെ തന്നെയുള്ള മറ്റ് ചില ഹൈ എനർജി മോളിക്യൂൾ നമ്മൾ ഓൾറെഡി പഠിച്ചത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിനകത്ത് നോക്കുക, ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സിൽ ഐ തിങ്ക് ഹൈഡ്രോളിസിസ് ഓഫ് ഹൈ എനർജി മോളിക്യൂൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. So apart from ATP, there are other molecules also which are involved in this, and some of that molecules ആണ് ഈ കൊടുത്തേക്കുന്നത്. One is ഈ പറഞ്ഞ 1,3-biphosphoglycerate and phosphoenol pyruvate, 2 steps from glycolysis. You can use this as example. So it's nothing that is found. Look at the delta G value, it is much greater, minus 61.9 kJ. അപ്പോൾ ഹൈ എനർജി മോളിക്യൂൾസ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ATPയോടൊപ്പം GTP, UTP ഒക്കെ പറയാം. അതെല്ലാം ഒരേ തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ അതിലും കൂടുതൽ എനർജി തരുന്ന രണ്ട് മോളിക്യൂളുകളുടെ എക്സാമ്പിൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. ഒന്ന് ഹൈഡ്രോളിസിസ് ഓഫ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. ദിസ് ഇസ് കാറ്റലൈസ്ഡ് ബൈ ദി പൈറുവേറ്റ് കൈനേസ് റിയാക്ഷൻ. അതുപോലെ തന്നെ ഹൈഡ്രോളിസിസ് ഓഫ് 1,3-biphosphoglycerate to 3-phosphoglyceric acid and this thing that is catalyzed by this thing. So ഈ റിയാക്ഷൻസിലെല്ലാം ഡെൽറ്റ ജി hydrolysis of these molecules, hydrolysis of high energy molecules to form phosphoenol pyruvate ൽ നിന്നും പൈറുവേറ്റും 1,3-biphosphoglycerate ൽ നിന്നും phosphoglycerate. These are specific examples you can see where the delta G value is minus 61.9 and minus 49.3 respectively. Okay, there are also other compounds. ഇത് മാത്രമല്ല, if you want you can study other examples also. അതിനകത്തെല്ലാം ഈ പറഞ്ഞ പോലെ which are high energy molecules ആയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരെണ്ണമുണ്ട്, ഫോസ്ഫോക്രിയാറ്റിൻ. അത് PN bond break ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ഫോസ്ഫോക്രിയാറ്റിൻ, hydrolysis of phosphocreatine. So you can include that also. So these are hydrolysis of high energy molecules along with ATP. Okay, ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് we have learned this. അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മൾ ബയോ എനർജറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളാണെന്ന് മാത്രം. ഓക്കെ, അപ്പൊ അടുത്തത് ബയോളജിക്കൽ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ്. ഇതും നമ്മൾ കണ്ടു. we studied about electron transport. Okay, so in many organisms the central energy conserving process is the glucose to oxidation, to carbon dioxide. ഞാൻ അത് പഠിപ്പിച്ചില്ലേ, എത്ര molecule of ATP is synthesized when glucose is converted to carbon dioxide എന്ന് പറഞ്ഞിട്ടുള്ള 38 ATP എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്.
സോ ഈ അതിനകത്തെ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെൽ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ മൈറ്റോകോൺട്രിയയിലാണ്. അവിടെയാണ് ATP സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. മെയിൻ ആയിട്ടും ഏത് വഴി? മെയിൻ ആയിട്ടും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി. ഓക്കെ, സോ അവിടെ ഓക്സിജനിലേക്കാണല്ലോ സ്പെഷ്യലൈസ്ഡ്, ഇപ്പൊ ഈ പറയുന്ന പോലെ പാസിംഗ് ഇലക്ട്രോൺസ് ത്രൂ സ്പെഷ്യലൈസ്ഡ് ഇലക്ട്രോൺ കാരിയേഴ്സ്. സോ ദീസ് ആർ ബയോളജിക്കൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്. ആക്ച്വലി ഓക്സിഡേഷൻ റിയാക്ഷൻസ് മാത്രമല്ല, ഇതിനകത്ത് ഹെഡിങ്ങിനകത്ത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ പഠിച്ചു രണ്ട്, we have electron carriers, specialized electron carriers that will accept the electrons and deliver it to the next electron carrier, etc. അതുപോലെ തന്നെ അപ്പൊ ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വാസ് NAD and NADP. NADP ഇപ്പൊ നമ്മൾ ലൈറ്റ് റിയാക്ഷനിലൊക്കെ പറഞ്ഞു ഇൻ ഫോട്ടോസിന്തസിസ്. അതുപോലെ തന്നെ FAD and FMN. So these electron carriers accept, you can consider that ഇപ്പൊ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി യു ക്യാൻ കൺസിഡർ ദാറ്റ് ഒരു ഇലക്ട്രോകെമിക്കൽ ഹാഫ് സെൽ എന്ന് പറയാം. ഒരു സെല്ലിന്റെ what happens when electrons move through a potential energy, sorry, what happens when electrons move through a potential that generates a current, അല്ലെ? ആ current is something that is an energy. So you can consider that you have two cells which have components of a half reaction and electrons move through these cells. Okay, cells എന്ന് പറഞ്ഞാൽ potential difference. അപ്പോ ഈ tendency is proportional to the reduction potential and the concentration of the oxidized and reduced species. അപ്പൊ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷന് ഒരു സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഉണ്ട് ഈ രണ്ട് സെല്ലെന്ന് നമ്മൾ സങ്കല്പിക്കാം. അപ്പൊ ഇതേപോലെ തന്നെയാണ് ബയോളജിക്കൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു സാധനം NAD യിൽ നിന്നും NADH2 ആവുന്നു. ഓക്കെ, അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ഡീഹൈഡ്രോജനേസസിനെല്ലാം NAD അല്ലെങ്കിൽ NADP ആണ് കോഎൻസൈം ആയിട്ടുള്ളത്. അവര് രണ്ട് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും? ഞാൻ ക്ലാസ് പറഞ്ഞിരുന്നില്ലേ, ഒരു നോട്ടീസ് വന്നു, ഒരു ക്ലാസ്സിൽ നിന്ന് ഒരാൾ സൈൻ ചെയ്ത് അടുത്ത ആൾക്ക് കൊടുത്തു. അപ്പൊ അത് കിട്ടുന്ന സമയത്ത് അത് ഓക്സിഡൈസ്ഡ് ആവുന്നു, പിന്നെ അത് റെഡ്യൂസ്ഡ് ആവുന്നു. ഇങ്ങനെയാണ് ഈ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് വിലയിരുത്തിയിട്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള ബയോളജിക്കൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ആർ ഓൾസോ എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് തിങ്. ഓക്കെ, അതുപോലെ തന്നെയാണ് FAD ആൻഡ് FMN. നമുക്ക് അതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് വെറുതെ കാണാം. ദിസ് ഇസ് വാട്ട് യു സ്റ്റഡീഡ് ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. സോ NAD plus 2 electron plus 2 H plus gives NADH plus H plus. അതുപോലെ NADP gives NADPH. ഓക്കെ, ഇതുപോലെ തന്നെയാണ് FAD സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. നിക്കോട്ടിനമൈഡ് derived from niacin, derived from tryptophan. അതുപോലെ FAD derived from an isoalloxacin ring structure and a ribitol phosphate molecule. വൈറ്റമിൻ സി പഠിച്ചിട്ടില്ലേ, കോഎൻസൈംസ്. NAD പെലാഗ്ര ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള FAD FMN. ഓക്കെ, ഇതിനകത്ത് ഹൈഡ്രോജനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ അലോക്സിൻ റിംഗ് സ്ട്രക്ചറിൽ H വരുന്നു, ഇവിടെ H വരുന്നു. സോ ഈ ഹൈഡ്രോജനെ താൽക്കാലികമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു ഒരു ഹൈഡ്രോജൻ ആറ്റമിനെ, എന്നിട്ട് അതിന്റെ സ്റ്റേബിൾ ഫോമിലേക്ക് ആക്കാൻ അത് വീണ്ടും ലൂസ് ചെയ്യുന്നു. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദീസ് ഇലക്ട്രോൺ കാരിയേഴ്സ്. ഓക്കെ, സോ ദീസ് ആസ്പെക്ട്സ് ആർ കോർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബയോഎനർജറ്റിക്സ്. സോ നേരത്തെ ഒരു സെക്ഷൻ ഞാൻ പാർട്ട് 1 സ്ലൈഡ് ആയിട്ട് വെച്ചു, പാർട്ട് 2 സ്ലൈഡ് ആയിട്ട് വെച്ചു. ഇത് ഇൻട്രൊഡക്ഷനിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, സോ ഇത് ആക്ച്വലി I took ഇതിന്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ now it will make more sense. Okay, കാരണം we studied some pathways. Okay, so the whole objective of this was to understand the fundamentals of bioenergetics and metabolism. നമ്മൾ എന്തിനാ മെറ്റബോളിസം പഠിക്കുന്നത്, എന്തിനാ ബയോഎനർജറ്റിക്സ് പഠിക്കുന്നത്, എന്താണ് ATP, എന്താണ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇതിന്റെയൊക്കെ ഒരു അടയാളപ്പെടുത്തൽ മാത്രമാണ്, ബേസിക് ഇൻഫർമേഷൻ മാത്രമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പാത്വേകളെല്ലാം പഠിക്കേണ്ടത് ശരിക്കും. അപ്പൊ ഇതിനകത്തെ കോർ ആയിട്ടുള്ള ചില ആസ്പെക്ട്സിന്റെ ഒരു ഇൻട്രൊഡക്ഷറി ക്ലാസ് മാത്രമായിരുന്നു ഇത്. ഓക്കെ, അപ്പോ സി യു വിത്ത് ഇനി അടുത്ത എന്റെ ക്ലാസ്സുകളിൽ ഡൈജഷനെ പറ്റി പറയും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് ഐ വിൽ ഗോ ടു ദി സിന്തസിസ് ഓഫ് ഫാറ്റ് ആൻഡ് ലിപ്പിഡ്സുമായി ബന്ധപ്പെട്ട മെറ്റബോളിസം പഠിക്കും. ഓക്കെ, താങ്ക് യു.